वरदान लुटाने वाले, सद्ज्ञान सुनाने वाले, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। आठों ही प्रहर मेरे तेरे ध्यान में लग जाए, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। बिन मांगे वो पाया, जिसे ढूंढ रही दुनिया, उसने हमें अपनाया, उसने हमें अपनाया। कोई पूछे कौन मिला, मुख कैसे बतलाए, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। चुप रहना चाहे हम, ये आंखें बोलती है, इनमें बसता है तो सब भेद ये खोलती है, सब भेद ये खोलती है। चेहरे की ये मुस्कान तेरा पता बता जाए, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। किसी और ने ना देखा, बस हम और तुम थे जब, बदली जीवन रेखा, बदली जीवन रेखा। चमके क्यों ना भाग्य भला, भगवान जो चमकाए, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। आठों ही प्रहर मेरे तेरे ध्यान में लग जाए, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले, वरदान लुटाने
ज्ञान सुनाने वाले। ഓം ശാന്തി. ജഗദീഷ് ഭായിയുടെ ജ്ഞാനസുധ എന്നുള്ള പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈശ്വരീയ വിദ്യയും എല്ലാ പ്രകാരത്തിലുള്ള വികാസവും ഈ ക്ലാസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ജ്ഞാനവും യോഗവും, ജ്ഞാനവും ധാരണയും, ജ്ഞാനവും സേവനവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി അടുത്തത് योग के साथ ज्ञान का क्या संबंध है? യോഗവുമായിട്ട് ജ്ഞാനത്തിനുള്ള ബന്ധം എന്താണ്? എന്നാൽ യോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജ്ഞാനം ആവശ്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ജ്ഞാനം ആവശ്യമാണ് എന്ന് പറയുന്നത്? योग के लिए भी ज्ञान की बहुत आवश्यकता है. योग के विधि विधान क्या है, योग के नियम संयम क्या है, योग की क्या आवश्यकता है, इनका भी ज्ञान है. യോഗത്തിന് വേണ്ടി, യോഗം ചെയ്യുന്നതിന് വേണ്ടി ജ്ഞാനവും വളരെ ആവശ്യമാണ്. യോഗത്തിന്റെ വിധിവിധാനം എന്താണ്, യോഗത്തിന്റെ നിയമം എന്താണ്, ഏതെല്ലാം രീതിയിലാണ് നമ്മൾ സംയമനം കൊണ്ടുവരേണ്ടത്, യോഗത്തിന്റെ ആവശ്യകത എന്താണ്, ഇതിന്റെയും ജ്ഞാനം ഉണ്ട്. യോഗത്തെ കുറിച്ചുള്ള ജ്ഞാനവും ബാബ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ മുരളി കേൾക്കുന്നുണ്ട്, ജ്ഞാനം കേൾക്കുന്നുണ്ട് എങ്കിൽ യോഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പല പല പോയിന്റ്സ്, പല പല മെത്തേഡ്സ് നമുക്ക് ലഭിക്കുന്നു. പല രീതിയിൽ നമുക്ക് ബാബയെ ഓർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പൊ മുരളി കേട്ടാലേ, ജ്ഞാനം കേട്ടാലേ അത് സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് ബാബയുടെ വരദാനം എടുക്കുകയാണെങ്കിൽ ആ വരദാനം നമുക്ക് യോഗം ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ഭാവന ചെയ്യണം, എങ്ങനെ ബാബയുമായിട്ട് കണക്ഷൻ വെക്കാം, ഇതിന്റെ പോയിന്റ്സ് കിട്ടുകയാണ്. അപ്പൊ മുരളി കേട്ടാലല്ലേ നമുക്കതിന് സാധിക്കുള്ളൂ. ജ്ഞാനം കേൾക്കുമ്പോൾ, മുരളി കേൾക്കുമ്പോൾ നമുക്ക് യോഗത്തിനുള്ള പല പല പോയിന്റ്സ്, പല പല മാർഗങ്ങൾ ലഭിക്കുകയാണ്. ഇതിലൂടെ യോഗത്തിൽ നമ്മുടെ പ്രഗതി ഉണ്ടാകും, നമുക്ക് ഉയർച്ച ഉണ്ടാകും, പ്രോഗ്രസ് ഉണ്ടാകും, ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. അപ്പൊ അർത്ഥം ഇതാണ്, യോഗത്തിനും നമ്മൾ ജ്ഞാനത്തിന് പൂർണ്ണ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യോഗത്തിലും ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ സന്തുലനം വെക്കുന്നില്ല എങ്കിൽ, അതായത് യോഗം മാത്രമേ ചെയ്യുന്നുള്ളൂ, മുരളി കേൾക്കുന്നതിനോ ജ്ഞാനം കേൾക്കുന്നതിനോ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ, അതാണ് ബാലൻസ് വെക്കുന്നില്ല എങ്കിൽ, മുന്നോട്ട് പോകവേ നമ്മുടെ യോഗം, അതിന്റെ സ്പീഡ് കുറയാൻ തുടങ്ങും. യോഗം മന്ദഗതിയിലാകാൻ തുടങ്ങുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനുഷ്യരുടെ ജീവിതത്തില് പല പല തട്ടുണ്ട്. മനുഷ്യന്റെ സ്വഭാവം ഇതാണ്, എപ്പോഴും ഒരു ഉത്സാഹം എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുള്ളതിലായിരിക്കും. എപ്പോഴും ഒരു ജിജ്ഞാസ ഉണ്ടായിരിക്കും, പുതിയത് മനസ്സിലാക്കണം, പുതിയത് മനസ്സിലാക്കണം. ജിജ്ഞാസ മനുഷ്യന്റെ സ്വഭാവമാണ്. മനുഷ്യൻ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു, പുതിയ പുതിയ ജോലികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്താ ഒരു കാര്യം നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് എങ്ങനെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. ഒരു ജിജ്ഞാസ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. നിങ്ങള് ചിലപ്പോ ചില വ്യക്തിയോട് പല പ്രാവശ്യം അങ്ങനെ, നിങ്ങളിപ്പോ ഒരു വ്യക്തിയോട്, നിങ്ങളോടൊരു വ്യക്തി ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കില്ല. പിന്നെ ആ വ്യക്തി വരുമ്പോഴേക്കും അവിടുന്ന് മാറിപ്പോകും. കാരണം പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ, പല പല കാര്യങ്ങൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ ബാബയുടെ മുരളിയിലും ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ജ്ഞാനം നമ്മളെ ലക്ഷ്യത്തിന്റെ നേർക്ക് കൊണ്ടുപോകുന്നതിന് ഒരു പ്രവാഹമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെ ലക്ഷ്യത്തിന്റെ നേർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രവാഹമാണ്, ഒരു ഒഴുക്കാണ്. ആ ജ്ഞാനത്തിന്റെ ഒഴുക്കിൽ നമ്മൾ അങ്ങനെ പോകണം, എന്നാലേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. യോഗം ഒരു യന്ത്രമാണ്, എഞ്ചിനാണ്. അത് ലക്ഷ്യത്തിന്റെ നേർക്ക് വലിച്ചു കൊണ്ടുപോകും.
ജ്ഞാനം നമ്മളെ ലക്ഷ്യത്തിന്റെ നേർക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രവാഹമാണ്. യോഗം ഒരു യന്ത്രമാണ്, അല്ലെങ്കിൽ എഞ്ചിനാണ്. അത് ലക്ഷ്യത്തിന്റെ നേർക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ജ്ഞാന യോഗമാകുന്ന ഡബിൾ എഞ്ചിൻ നമ്മുടെ പുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ലക്ഷ്യം പ്രാപ്തമാക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. യോഗം ലക്ഷ്യത്തിന്റെ നേർക്ക് കൊണ്ടുപോകുന്നു. ജ്ഞാനം അതിൽ ഉത്സാഹം നിറയ്ക്കുന്നു, ശക്തി നിറച്ചു തരുന്നു. യോഗം ലക്ഷ്യത്തിന്റെ നേർക്ക് കൊണ്ടുപോകുന്നു. ജ്ഞാനം അതിൽ നമുക്ക് പോകണമല്ലോ, എഞ്ചിനാണല്ലോ. അപ്പൊ അതിൽ ഉത്സാഹം നിറയ്ക്കുന്നു, ശക്തി നിറയ്ക്കുന്നു. യോഗത്തിൽ ജ്ഞാനം ഇല്ല എങ്കിൽ യോഗത്തിൽ നമ്മൾ നിരുത്സാഹിതരായിത്തീരും. ഉത്സാഹം പിന്നെ കുറയാൻ തുടങ്ങും. ഒരു ഫീക്കാപ്പൻ വരാൻ തുടങ്ങും. ഫീക്കാപ്പൻ എന്ന് പറഞ്ഞാൽ രസമില്ല, ഒരു മാധുര്യം അനുഭവപ്പെടില്ല, യോഗം ചെയ്യാനായിട്ട് അങ്ങ് തോന്നില്ല. ദിവസവും നമ്മൾ മുരളി കേട്ട് ബാബയുടെ മുരളി കൂടി പുതിയ പുതിയ പോയിന്റ്സ്, യോഗം ചെയ്യേണ്ട രീതികള് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് യോഗത്തിലും താല്പര്യം വരുള്ളൂ. യോഗമാണ് നമ്മളെ ലക്ഷ്യത്തിന്റെ നേർക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ ജ്ഞാനം അതിന് നമുക്ക് ഉത്സാഹം, ഉണർവ് തരുന്ന ഒന്നാണ്. പറയാറുണ്ട് ജ്ഞാനം, ബാബ പറയാറുണ്ട്, ജ്ഞാനം നെയ്യാണ്, യോഗം ദീപമാണ്. യോഗമാകുന്ന ദീപത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ജ്ഞാനമാകുന്ന നെയ്യ് ആവശ്യമാണ്. ഒരു വിളക്കില് ദീപം തെളിയിക്കണം എന്നുണ്ടായെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഉള്ളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ജ്ഞാനമാണ് നെയ്യ് അല്ലെങ്കിൽ എണ്ണ, യോഗമാണ് ആ വിളക്ക്, അതിൻ്റെ ആ ദീപം തെളിയിക്കുന്നതിനുള്ള മാർഗം. ഏതുപോലെ നെയ്യ് തീർന്നു പോവുകയാണെങ്കിൽ ദീപം അണഞ്ഞു പോകുന്നു. അതുപോലെ നമ്മുടെ അടുത്ത് ജ്ഞാനത്തിന്റെ പോയിന്റ്സ് ഇല്ല എങ്കിൽ നമ്മുടെ യോഗം സമാപ്തമാകുന്നു. അർത്ഥം, യോഗത്തിൽ നമുക്ക് അനുഭവം ഉണ്ടാകില്ല. യോഗം നീരസമായിട്ട് തോന്നും, ഒരു രസം തോന്നില്ല. യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഉണങ്ങി പോകാൻ തുടങ്ങും. ജ്ഞാനം നെയ്യാണ്, ഈ നെയ്യാണ് നമുക്ക്, ഈ നെയ്യ് ഒഴിച്ചു കൊടുത്താലേ എന്ത് പറ്റുള്ളൂ? ദീപം ശരിക്ക് തെളിഞ്ഞ് പ്രകാശിക്കുകയുള്ളൂ. പ്രേമത്തെ, ഇത് സ്നേഹവും കൂടിയാണ്. ഈ നെയ്യ് എന്ന് പറയുന്നത് ഇത് സ്നേഹം. നമുക്ക് ബാബയോടുള്ള സ്നേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, ബാബയുടെ ഈ ജ്ഞാനം ലഭിക്കുമ്പോൾ നമുക്ക് ബാബയോട് തന്നെ സ്നേഹം വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഒന്നും കൂടി ദീപത്തെ പ്രകാശിപ്പിക്കാൻ പറ്റും. യോഗം നമുക്ക് ഒന്നും കൂടി ചെയ്യാനായിട്ട് പറ്റും. കാരണം ബാബയോട് അത്രയും സ്നേഹം വന്നു കഴിഞ്ഞാൽ യോഗം ഈസി ആയില്ലേ? ജ്ഞാനത്തോടൊപ്പം നമുക്ക് പ്രേമമുണ്ട്. പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹം. സ്നേഹമുണ്ട്. ശിവബാബയുമായിട്ട് സർവ സംബന്ധങ്ങളും യോജിപ്പിച്ചുകൊണ്ട് ബാബയെ ഓർമ്മിക്കുന്നുവെങ്കിൽ ആ ജ്ഞാനം നെയ്യിന്റെ രൂപം ധാരണ ചെയ്യുന്നു. ജ്ഞാനത്തോടൊപ്പം നമുക്ക് പ്രേമവുമുണ്ട്, ബാബയോട് സ്നേഹവുമുണ്ട്. അതേപോലെ ശിവബാബയുമായിട്ട് സർവ ബന്ധങ്ങളും യോജിപ്പിച്ച് ബാബയെ ഓർമ്മിക്കുന്നുണ്ട് എങ്കിൽ ആ ജ്ഞാനം നെയ്യിന്റെ രൂപമായിരിക്കും ധരിക്കുന്നത്. ജ്ഞാനമാകുന്ന നെയ്യിട്ട് കൊടുത്താൽ മാത്രമേ യോഗമാകുന്ന അഗ്നി പ്രജ്വലിതമാകുള്ളൂ, ആളിക്കത്തുള്ളൂ. ജ്ഞാനത്തിന്റെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ യോഗത്തിന്റെ അഗ്നി ആളിക്കത്തുകയുള്ളൂ, പ്രജ്വലിതമാകുകയുള്ളൂ. തപസ്യാരൂപവും എന്നാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. തപസ്സിന്റെ രൂപം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജ്ഞാനത്തിന്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. എത്രമാത്രം നെയ്യ് ഒഴിക്കുന്നുവോ അത്രയും അഗ്നി പ്രജ്വലിതമാകും. സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് തീ ആളിക്കത്താൻ തുടങ്ങും. അതേപോലെ എത്രമാത്രം യോഗത്തിൽ പ്രേമമുണ്ടോ,
ശിവബാബയോട് നമുക്ക് ആ ഒരു തന്മയത വരും. നമുക്ക് ആ ഒരു ബാബയുമായിട്ടുള്ള ചേർന്നുള്ള അവസ്ഥ വരും. യോഗത്തിന്റെ അഗ്നിയെ ആളി കത്തിക്കുന്നതിനുള്ള വസ്തുവാണ് പ്രേമം. യോഗത്തിന്റെ അഗ്നിയെ ആളി കത്തിക്കുവാനുള്ള ഒന്നാണ് പ്രേമം. എന്നാൽ ആ പ്രേമം അല്ലെങ്കിൽ സ്നേഹം ജ്ഞാനയുക്തമായിരിക്കണം. ഭക്തിമാർഗത്തിലും ഭഗവാനോട് പ്രേമമുണ്ട്, ഭക്തിമാർഗത്തിലും ഭഗവാനെ പ്രേമിക്കുന്നുണ്ട്. എന്നാൽ പരമാത്മാവിന്റെ പരിചയം എന്താണ്, പരമാത്മാവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്, അതവർക്കറിയില്ല, ഭക്തർക്കറിയില്ല. ഏതുപോലെ മീര ഗിരിധർ ഗോപാൽ എന്ന് വിളിക്കുന്നുണ്ട്, അതായത് ഭഗവാനെ ഗിരിധർ ഗോപാൽ എന്ന് വിളിക്കുന്നുണ്ട്. സൂർദാസ് ബാലരൂപത്തിലുള്ള മഹിമയാണ് ചെയ്തത്. സൂർദാസും ബാലരൂപത്തിൽ, കൃഷ്ണന്റെ ബാലരൂപത്തിലുള്ള മഹിമയാണ് ചെയ്തത്. എന്നാൽ പരമാത്മാവിനോടൊപ്പം നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങളുമാണ്. മീര കൃഷ്ണനെ ഓർമ്മിച്ചിരുന്നു, പക്ഷെ ഒരു ബന്ധത്തില് സൂർദാസും ചെറിയ പ്രായത്തിലുള്ളതാണ് ഓർമ്മിക്കുന്നത്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുട്ടി കൃഷ്ണനായിട്ടല്ലേ ഓർമ്മ വരുന്നു. പക്ഷെ നമ്മൾ പരമാത്മാവുമായിട്ട് എല്ലാ ബന്ധങ്ങളും യോജിപ്പിക്കുകയാണ്. ടീച്ചർ സദ്ഗുരു എന്നുള്ള കാര്യം ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഭക്തിമാർഗത്തില് ഈശ്വരനുമായിട്ട് ടീച്ചറിന് എന്നുള്ള ബന്ധം, സദ്ഗുരു എന്നുള്ള ബന്ധം യോജിപ്പിക്കുക ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ അച്ഛനായിട്ടെന്നോ, ചിലർ അച്ഛനായിട്ട്, ചിലർ മകനായിട്ട്, ചിലർ പതിയായിട്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. ടീച്ചർ, സദ്ഗുരു എന്ന് പറഞ്ഞാൽ സംബന്ധങ്ങളിൽ ഇതെല്ലാം പെടും. അപ്പൊ നമ്മൾ എല്ലാ ബന്ധങ്ങളും ബാബയുമായിട്ട് യോജിപ്പിക്കുകയാണ്. അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്തു മാത്രമേ ഉള്ളൂ? ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, നീ തന്നെയാണ് അമ്മയും അച്ഛനും ബന്ധുവും സഖാവും. ബസ് ഇത്രേ പറയുന്നുള്ളൂ. എന്നാൽ പരമാത്മാവ് ആരാണ് അതറിയില്ല. ഇനി ഈ ബന്ധങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ, പാടുന്നുണ്ടെങ്കിൽ പരമാത്മാവ് ആരാണെന്നുള്ളത് അറിയില്ല. പരമാത്മാവിന്റെ പരിചയവും ഉണ്ടായിരിക്കണം, പരമാത്മാവുമായിട്ട് ഉള്ള സംബന്ധത്തിന്റെ പരിചയവും ഉണ്ടായിരിക്കണം, ബാബയുമായിട്ടുള്ള ബന്ധങ്ങളുടെ പരിചയവും ഉണ്ടായിരിക്കണം, ബാബയുമായിട്ടുള്ള നമ്മുടെ പ്രേമം അത്യുന്നത അവസ്ഥയിലായിരിക്കണം. എങ്കിൽ നമ്മുടെ യോഗത്തിന്റെ ശ്രേണി, യോഗത്തിന്റെ ക്ലാസ് വളരെ ഹൈ ആയിരിക്കും, യോഗം വളരെ ഉയർന്ന ശ്രേണിയിലായിരിക്കും. യോഗമാകുന്ന അഗ്നി പ്രജ്വലിതമാകുന്നതിന് വേണ്ടി ജ്ഞാനമാകുന്ന നെയ്യ് ആവശ്യമാണ്. അപ്പൊ നമുക്കിവിടെ ബാബ ആരാണെന്നറിയാം, ബാബയുമായിട്ട് സർവ സംബന്ധങ്ങൾ എങ്ങനെ യോജിപ്പിക്കാന്നറിയാം. മുഖ്യമായിട്ടുള്ള സംബന്ധങ്ങൾ അച്ഛൻ, ടീച്ചർ, സദ്ഗുരു, അമ്മ, പ്രിയതമൻ അല്ലെങ്കിൽ സാജൻ, പിന്നെ സാഥി, പിന്നെ സഹോദരൻ, അതാണ് ബന്ധു എന്ന് പറയുന്നത്, സുഹൃത്ത്. ഈ എല്ലാ സംബന്ധങ്ങളും നമ്മൾ ബാബയുമായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. കമ്പാനിയൻ. ഭക്തിമാർഗത്തിൽ ഈ രീതിയിലൊന്നും ബന്ധങ്ങൾ പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബാബന നിങ്ങൾക്ക് ബാബയെ അറിയാം, ബാബയുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാ യോജിപ്പിക്കേണ്ടതെന്ന് അറിയാം, ബാബയോട് അത്രയും സ്നേഹവുമാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ യോഗത്തിന്റെ അവസ്ഥ വളരെ ഉയർന്നതായിരിക്കും. യോഗമാകുന്ന അഗ്നി പ്രജ്വലിതമാകുന്നതിന് വേണ്ടി ജ്ഞാനമാകുന്ന നെയ്യ് ആവശ്യമാണ്. അതുകൊണ്ട് ദിവസവും ബാബയുടെ മുരളി കേൾക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. മനസ്സിലായോ? ജഗദീഷ് ഭായി പറയാണ്, നോക്കൂ, യോഗം മാത്രം ചെയ്താൽ പോരാ, യോഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം. ജ്ഞാനം
അത് ബാബയുടെ മുരളിയിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ദിവസവും ബാബയുടെ മഹാവാക്യങ്ങൾ ജ്ഞാന മുരളി കേൾക്കണം. ബാബയും പറയുന്നത് എപ്പോൾ വരെ ജീവിക്കുന്നുവോ അപ്പോൾ വരെ ജ്ഞാനമാകുന്ന അമൃത് കുടിക്കണം. ആർക്കാണോ മുരളിയോട് സ്നേഹമില്ലാത്തത് അവർക്ക് മുരളീധരനായ ബാബയോടും സ്നേഹം ഇല്ല. മുരളിയോട് സ്നേഹമില്ല എങ്കിൽ മുരളീധരനായ ബാബയോടും സ്നേഹമില്ല. ബാബയോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ് മുരളിയോട് സ്നേഹം, ജ്ഞാനമുരളിയോട് സ്നേഹം. മുരളിയോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ് ദിവസവും മുരളി കേൾക്കുക, അധ്യയനം ചെയ്യുക, ധാരണ ചെയ്യുക. ബാബയോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ് മുരളി, മുരളിയോട് സ്നേഹം. മുരളിയോട് സ്നേഹമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ദിവസവും മുരളി കേൾക്കുക, അത് അധ്യയനം ചെയ്യുക, അത് ധാരണ ചെയ്യുക. ഇനി ഇപ്പൊ കേട്ടത് യോഗവും ജ്ഞാനവുമായിട്ടുള്ള ബന്ധമാണ്. ഇനി യോഗവും ധാരണയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? പലരും അമൃതവേളയില് 2 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് യോഗം ചെയ്യാറുണ്ട്. ചിലരങ്ങനെയുണ്ട്, ഇത് രാവിലെ 2 മണി 3 മണിക്കൊക്കെ എഴുന്നേറ്റ് യോഗം ചെയ്യുന്നവര് യോഗ തപസ്സിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് അവരോട് ധാരണയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പിന്നോട്ടാകും. എങ്ങനെയാണെന്ന് തമീസ് ബാത് കേസേ കരെ, നിങ്ങൾ മര്യാദാപൂർവം ഒരാളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്? മാനേഴ്സ് ഉണ്ടായിരിക്കണമല്ലോ, നമ്മൾ സംസാരിക്കുന്നതിൽ ഒരു മാനേഴ്സ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ മാനേഴ്സോടുകൂടി എങ്ങനെ പെരുമാറാം, എങ്ങനെ വളരെ വിനയത്തോടുകൂടി നമ്രതയോടുകൂടി യജ്ഞസേവനം ചെയ്യാം എന്ന് അതൊന്നും ചെയ്യുന്നില്ല. രാവിലെ എഴുന്നേറ്റ് യോഗം ചെയ്യും 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക്. പക്ഷെ ധാരണയുടെ കാര്യത്തിൽ അവർ കുറച്ച് പിന്നോട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? വ്യവഹാരത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും, ഉരസലുകൾ ഉണ്ടാവും. കാരണം ജ്ഞാനമുണ്ട്, യോഗവും ചെയ്യുന്നുണ്ട്, പക്ഷെ ധാരണയിലേക്ക് അത് കൊണ്ടുവരുന്നില്ല. ധാരണയിൽ കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ ബന്ധങ്ങൾ എങ്ങനെ വരും? ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഉരസലുണ്ടാകും. അങ്ങനെയുള്ള പരിതസ്ഥിതി പിന്നെ വരും. സംഘടന എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന കാര്യം പോലും വരും. പിന്നെ പലതരത്തിലുള്ള പരാതികള്, അവരെ കുറിച്ച് പലതരത്തിലുള്ള പരാതികൾ വരുന്നു. പതുക്കെ പതുക്കെ ഈ കാര്യങ്ങൾ അവരുടെ യോഗത്തിൽ വിഘ്നം ആകുവാൻ തുടങ്ങും. ഇപ്പൊ ധാരണയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ധാരണ ഇല്ലായ്മ യോഗത്തിൽ വിഘ്നങ്ങൾ വരുത്താൻ തുടങ്ങും. അപ്പൊ ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ഒരാളോട് പെരുമാറേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ മാനേഴ്സ്. ഇപ്പൊ മധുരമായിട്ട് സംസാരിക്കണം, അല്ല നമ്മളിങ്ങനെ ഉറക്ക ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു. നല്ലോണം യോഗം ചെയ്യും, പക്ഷെ നമ്മുടെ പെരുമാറ്റത്തിൽ ആ ഒരു ഇതില്ല എങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കില്ലല്ലോ. അപ്പൊ എന്താണ്? ബന്ധങ്ങളിൽ ഉരസൽ വരാൻ തുടങ്ങും. അത് നമ്മളുടെ യോഗത്തിൽ ബാധിക്കും. യോഗം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാളോട് വഴക്കിട്ടിട്ട് വന്നിട്ട് പിന്നെ ഇരിക്കുകയാണ് യോഗം ചെയ്യാൻ വേണ്ടിയിട്ട്. യോഗം ശരിയാകുമോ? ഇല്ല. ശരിയാണ്, നമ്മൾ യോഗ അഭ്യാസം ചെയ്യുന്നുണ്ട്, യോഗത്തിൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്, കൂടുതൽ യോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ പ്രാക്ടിക്കലിൽ യോഗത്തിൽ ഇരിക്കുമ്പോൾ പകൽ മുഴുവനും, ആ സമയത്തായിരിക്കും പകല് മുഴുവനും നമ്മൾ ഉൾട്ടാ തലതിരിഞ്ഞ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകും, മറ്റുള്ളവരോട് വളരെ ഉറക്ക സംസാരിച്ചിട്ടുണ്ടാകും, ആവേശത്തിൽ വന്ന് ദേഷ്യത്തിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ആരോടെങ്കിലും നമ്മൾ അതുപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഭാവം പ്രകടമാക്കിയിട്ടുണ്ടാകും. ഒരാളോടുള്ള നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ വികല്പം, ഇതൊക്കെ വന്നിട്ടുണ്ടാവും മനസ്സിൽ. അത് നമ്മുടെ യോഗാഭ്യാസത്തിൽ വരും. പകൽ സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ
ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ യോഗം ചെയ്യാനിരിക്കുന്ന സമയത്തായിരിക്കും ഇതെല്ലാം വരുന്നത്. സങ്കല്പ വികല്പങ്ങൾ. ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും യോഗം ശരിയാകുകയില്ല. കാരണം അത് വിഘ്നമായി മാറുന്നു. ഏത്? നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരോടുള്ളത് ശരിയായിട്ടില്ല എങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു വിഷമം ഉണ്ടല്ലോ, ആ വിഷമം നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല, യോഗം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ സങ്കല്പ വികല്പങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജ്ഞാന യോഗത്തോടൊപ്പം ധാരണ ഇല്ല എങ്കിൽ യോഗത്തിൽ ആനന്ദത്തിന്റെ അനുഭൂതി ഉണ്ടാകുകയില്ല. യോഗത്തിൽ അനുഭവം ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് സന്തുഷ്ടതയും ഉണ്ടാകുകയില്ല. കണ്ടോ, കണക്ട് ചെയ്ത് ജഗദീശ്വരൻ പറഞ്ഞു തരികയാണ്. ജ്ഞാനവും യോഗവും ഉണ്ട്, പക്ഷെ നമ്മൾ ധാരണയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് യോഗത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവില്ല, പരമാനന്ദത്തിന്റെ ബ്ലിസ് സ്ഥിതിയുടെ അനുഭവം ഉണ്ടാവില്ല. ഒരു യോഗത്തിൽ അനുഭവങ്ങൾ വരാതെ വരുമ്പോൾ നമുക്ക് യോഗം ചെയ്തിട്ട് ഒരു സുഖവും ഇല്ല, ഒരു തൃപ്തിയില്ല. അപ്പൊ പിന്നെ നമുക്ക് സന്തുഷ്ടത വരില്ല. ലോകരും പറയാൻ തുടങ്ങും, നോക്കൂ ഇവര് 2 മണിക്ക് എഴുന്നേറ്റ് യോഗത്തിനൊക്കെ ഇരിക്കുന്നുണ്ട്, ബാബയുടെ റൂമിൽ പോയിരുന്ന് മണിക്കൂറുകളോളം യോഗം ചെയ്യുന്നുണ്ട്. എന്നാൽ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഇവരുടെ വായിൽ നിന്ന് കല്ലാണ് പുറത്തേക്ക് വരുന്നത്. ലോകര് ചർച്ച ചെയ്യില്ലേ? നോക്കൂ, ഇവര് ബാബയുടെ അടുത്ത് പോയിട്ട് ചിലപ്പോ ഇവര് മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. ക്യാ യോഗ ലഗേഗ ഇസ്കാ? അങ്ങനെയുള്ളവർക്ക് യോഗം ചെയ്യാൻ പറ്റുമോ? എത്ര പേരെയാണ് ഇവര് ശല്യപ്പെടുത്തി വെച്ചിട്ടുണ്ടാകുക? മറ്റുള്ളവർ പറയില്ലേ, ഇവര് ബാബയുടെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ടാകും. പക്ഷെ ഇവർക്ക് എന്ത് യോഗം ചെയ്യാൻ പറ്റും? കാരണം എത്ര പേരെ അവര് ശല്യപ്പെടുത്തിയത്, എത്ര പേരെ അവര് പരവശരാക്കിയത്. ഇവരുടെ യോഗം എങ്ങനെ ശരിയാവാനാണ്? ഇവർക്ക് യോഗത്തിൽ എന്ത് കിട്ടാനാണ്? അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവില്ല. ശാന്തിയുടെയോ സന്തോഷത്തിന്റെയോ ആനന്ദത്തിന്റെയോ ഒന്നും അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് യോഗത്തിന്റെ അനുഭവം, യോഗത്തിന്റെ സ്പീഡ് തീവ്രമാകുന്നത് നമ്മുടെ ധാരണയെ ആധാരമാക്കിയാണ്. യോഗത്തിന്റെ അനുഭവം, യോഗത്തിന്റെ സ്പീഡ് കൂട്ടണം എന്നുണ്ടായെങ്കിൽ ധാരണയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ധാരണ ഇല്ല എങ്കിൽ ബാലൻസ് വിട്ടുപോകും, യോഗം ശരിയാകുകയില്ല. അതുകൊണ്ട് യോഗത്തിൽ ശ്രദ്ധിക്കൂ, നല്ലവണ്ണം യോഗം ചെയ്യൂ. എന്നാൽ യോഗത്തിൽ ശ്രദ്ധിച്ചോളൂ, നല്ലവണ്ണം യോഗം ചെയ്തോളൂ. പക്ഷെ അതോടൊപ്പം വ്യവഹാരത്തെ നന്നാക്കൂ. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപഴകലുകൾ, നമ്മുടെ പെരുമാറ്റം, അത് നല്ലതാക്കൂ. പരസ്പരവും ദൈവിക സംഘടനയിലും പാരിവാരിക, നിങ്ങളുടെ കുടുംബത്തില്, ലൗകിക കുടുംബം ഉണ്ടല്ലോ, കുടുംബത്തിലും ആ സംഘടനയിലും കൊടുക്കൽ വാങ്ങൽ, സംസാരം, വ്യവഹാരം, ഇതൊക്കെ നല്ലതാക്കൂ. നമ്മൾ ബാബയുടെ കുട്ടിയാണ്, ജ്ഞാനമുണ്ട്, യോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ ധാരണയില്ല എങ്കിൽ അവിടെ നമുക്ക് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയും? നമുക്ക് യോഗം ചെയ്യാൻ പറ്റുമോ പിന്നെ? അതുകൊണ്ട് ധാരണ ശരിയാക്കൂ. ധാരണ എന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മളുടെ നല്ല പെരുമാറ്റമായിരിക്കണം, ഇടപഴകലായിരിക്കണം. അത് ദൈവിക സംഘടനയില്, കുടുംബത്തിൽ, എല്ലായിടത്തും. വ്യവഹാരത്തെ ശരിയാക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ യോഗം താറുമാറാകും. ധാരണയും യോഗവുമായിട്ടുള്ള ബന്ധമാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം, നമ്മൾ എന്തിനു വേണ്ടിയാണ് യോഗം ചെയ്യുന്നത്. ഓം ശാന്തി.
ശാന്തി. ഞാൻ മനസ്സിനെ വിസ്താരത്തിൽ നിന്ന് സാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദേഹത്തിൻ്റെ ബന്ധുക്കൾ, കൂട്ടുകാർ ഈ വിസ്താരത്തിൽ നിന്നും മനസ്സ് പുറത്തു കടക്കുകയാണ്. എൻ്റെ ലോകത്തിൽ ഞാൻ ആത്മാവും ആത്മാവിൻ്റെ ബന്ധുവായ ബാബയും ഞാനും ബാബയും ഏതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് പഴയ ജന്മത്തിലെ ബന്ധുക്കളെ മറന്ന് പുതിയ ജന്മത്തിൻ്റെ ബന്ധുക്കളെ അറിയുന്നുമില്ല. ഈ ഏകാന്തമായ അവസ്ഥയുടെ അനുഭവം ഞാൻ ചെയ്യുന്നു. ബാബ മാത്രമാകുന്ന ലോകം ഞാനും ബാബയും മാത്രമാകുന്ന എൻ്റെ ലോകം ബാബ തന്നെയാണ് എൻ്റെ സംസാരം. ബാബയാണ് എൻ്റെ ശക്തി. എൻ്റെ സന്തോഷം. ഞാൻ ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖമാക്കുകയാണ്. എൻ്റെ ശാന്തമായ അവസ്ഥ അനേക ആത്മാക്കൾക്ക് ശാന്തിയുടെ വരദാനം കൊടുക്കുകയാണ്. ദുഃഖത്തെ ഹരിക്കുകയാണ്. എല്ലാ ദേഹധാരികളെയും മറന്ന്
ഒരു വിദേഹിയെ ഓർമ്മിക്കുന്നു. ഏകാന്തമായ ഈ സ്ഥിതി ശക്തിശാലിയാകുന്നു. അന്തരീക്ഷത്തെ ശക്തമാക്കുന്നു. വിഘ്നങ്ങളെ നിവാരണം ചെയ്യുന്നു. ഞാൻ പ്രകാശബിന്ദുവായ ആത്മാവ്. എൻ്റെ ലോകത്തിൽ ഞാനും മറ്റൊരു പ്രകാശമായ ബാബയും ഞാൻ ആത്മാവാകുന്ന പ്രകാശം പരമാത്മാവാകുന്ന പ്രകാശത്തെ ഓർമ്മിക്കുന്നു. മറ്റെല്ലാം മറക്കുന്നു. ഓരോ ആത്മാവിനെ പ്രതി ശുഭഭാവനയും ശുഭകാമനയും എല്ലാവരും നല്ലതാണ്. ഓരോ ആത്മാവും പ്രഭുവിന് പ്രിയമായതാണ്. ഓരോ ആത്മാവിനും നല്ലത് വരട്ടെ. മനസ്സിൽ ഉണരുന്ന ഈ വരദാനം എപ്പോഴും മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആത്മാവിലൂടെ മംഗളം തന്നെ സംഭവിക്കുന്നു. മംഗളകാരിയായ ആത്മാവാകുന്നു. സർവർക്കും എന്നിലൂടെ സുഖം അനുഭവപ്പെടുന്നു. എൻ്റെ ഭാവന ശുഭമാകുമ്പോൾ നല്ലത് വരട്ടെ എന്ന ശുഭമായ ആഗ്രഹം എന്നിൽ ഉണരുമ്പോൾ ഞാൻ
എല്ലാവർക്കും സുഖം കൊടുക്കുകയാണ്.
അച്ഛൻ്റെ മടിയിൽ കുഞ്ഞിരിക്കും പോലെ ഞാൻ ബാബയുമായി ചേർന്നിരിക്കുകയാണ്. ബാബയിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശ കിരണങ്ങൾ കൊണ്ട് ആ പ്രഭാവലയത്തിൽ ഞാൻ ബാബയുമായി കമ്പൈൻഡ് ആയി ഇരിക്കുകയാണ്. ഞാൻ ആത്മാ, സ്വച്ഛ ആത്മാവാകുന്നു, പവിത്ര ആത്മാവാകുന്നു. സർവഗുണ സമ്പന്നൻ, സമ്പൂർണ്ണ നിർവികാരി, സന്തുഷ്ട ആത്മാവാകുന്നു. ബാബയുമായി കമ്പൈൻഡ് ആയിരിക്കുന്ന അവസ്ഥ അനുഭവം ചെയ്യുകയാണ്. ഈ ശിവശക്തി സംഗമം ഇത് മറ്റുള്ള ആത്മാക്കളെയും മുക്തിധാമത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. സർവ ആത്മാക്കളും മുക്തിധാമത്തിൽ ഇരിക്കുന്നതായി ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയാൽ അനുഭവം ചെയ്യുക. ഓരോ ആത്മാവും അതിൻ്റേതായ സ്വസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയാൽ പരംധാമത്തിൽ ആത്മാക്കളുടെ വൃക്ഷം കാണുകയാണ്.
ഓരോ ആത്മാവും ഏറ്റവും ശാന്തമായിരിക്കുന്നു. ഏതുപോലെ പകൽ കർമ്മം ചെയ്യുന്നു, രാത്രി ഉറങ്ങുന്നു. എത്രയോ വ്യത്യസ്തമായ രണ്ട് അവസ്ഥകൾ. ഇതേപോലെ കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ പരംധാമത്തിൽ സ്വദേശത്തിൽ സ്വഗൃഹത്തിൽ ശാന്തമായി നിർസങ്കൽപ്പമായി വിശ്രമിക്കുന്നു. കർമ്മക്ഷേത്രത്തിൽ സൃഷ്ടിയാകുന്ന നാടകശാലയിൽ കർമ്മം ചെയ്ത് ആത്മാവ് നാടകത്തിൻ്റെ ലാസ്റ്റ് രംഗങ്ങളിൽ എത്രയോ തളർന്നു പോയി മുക്തിധാമത്തിൽ ഓരോ ആത്മാവും എത്രയോ ശാന്തമായിരിക്കുന്നു. ഈ കാഴ്ച ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയാൽ അനുഭവം ചെയ്യുക. ശാന്തിയുടെ തരംഗങ്ങൾ എവിടെ ആഴമേറിയ ശാന്തിയുടെ അനുഭവം. മാതാപിതാവായ ബാബയുടെ ഛത്രഛായയിൽ ആത്മാവ് ശാന്തി അനുഭവിക്കുകയാണ്. ശാന്തിധാമത്തിൽ ശാന്തിയുടെ ലോകത്ത് ഓരോ ആത്മാവും പ്രകാശത്തിൻ്റെ നക്ഷത്രം ആയി ശാന്തിയുടെ നക്ഷത്രം ആയി വിശ്രമിക്കുകയാണ്. ഞാൻ ആത്മാവ് ബാബയുടെ മടിയിൽ ബാബയുടെ പ്രകാശകിരണങ്ങൾക്കുള്ളിൽ ഏറ്റവും ശാന്തി അനുഭവിക്കും.
സൃഷ്ടിയുടെ അവസാന രംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ആത്മാവ് ക്ഷീണിതനാണ്. എന്നാൽ മുകളിൽ ബാബയുടെ അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഞാൻ തികച്ചും ശാന്തമാകുന്നു. പരംപ്രകാശമാകുന്ന പരമാത്മ ശിവബാബയുടെ സമീപം എൻ്റെ മനസ്സ് ഭാരരഹിതമായിരിക്കുന്നു. ഭയമില്ലാത്ത അവസ്ഥ. എന്തിനേയും നേരിടുന്നതിനുള്ള ധൈര്യം. ഉയർന്നതിൽ ഉയർന്ന ബാബയുടെ അടുത്തിരിക്കുമ്പോൾ എൻ്റെ ഈ പൊസിഷൻ എത്ര ഉയർന്നതാണ്. ഏറ്റവും അധികം സ്നേഹം പകർന്നു കിട്ടുന്ന നിമിഷങ്ങൾ. പരമോന്നതനായ ബാബയുടെ സ്നേഹം എൻ്റെ പൊസിഷൻ എത്ര ഉയർന്നതാണ്. ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ഞാൻ. ഏതൊരു കാര്യത്തിനും സമാധാനം ലഭിക്കുകയാണ്. എല്ലാം പരിഹരിക്കപ്പെടുകയാണ്. ഈ സ്നേഹം എനിക്കുള്ളതാകുന്നു. എൻ്റെ അവകാശം ആകുന്നു. ശക്തികൾ എന്നിൽ ഉണരുകയാണ്. മറ്റൊരു ആത്മാവിൻ്റെ ഭാവങ്ങളെ തിരിച്ചറിയുന്നതിൻ്റെ ശക്തി. നിർണയിക്കുന്നതിൻ്റെ ശക്തി. സഹിക്കുന്നതിനുള്ള ശക്തി.
സാഹചര്യങ്ങളെ നേരിടുന്നതിൻ്റെ ശക്തി. ആത്മശക്തികളെ നിറച്ചുകൊണ്ട് വീണ്ടും താഴേക്ക് സൃഷ്ടി നാടകത്തിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ കർമ്മക്ഷേത്രത്തിൽ ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് പൂർണ്ണത വരികയാണ്. ബാബയുടെ സാമീപ്യം തന്ന ശക്തി ബാബയുടെ ഓർമ്മ കർമ്മം ചെയ്യുമ്പോൾ മുകളിലിരിക്കുന്ന ബാബയുടെ ഓർമ്മ കർമ്മത്തിന് പൂർണ്ണത തരികയാണ്. മറ്റുള്ളവരുമായുള്ള എൻ്റെ വ്യവഹാരം, പെരുമാറ്റം ശാന്തമാകുന്നു. എൻ്റെ ശബ്ദങ്ങൾ ശാന്തമാകുന്നു. സങ്കൽപ്പങ്ങൾ ശ്രേഷ്ഠമാകുന്നു. ശുദ്ധമായ സങ്കൽപ്പങ്ങൾ മനോബുദ്ധി സംസ്കാരം ശുദ്ധമാകുകയാണ്, ശീതളമാകുകയാണ്. പെരുമാറ്റം മധുരമാവുകയാണ്. ആദി അനാദി പവിത്ര സംസ്കാരം വീണ്ടും എന്നിൽ പ്രകടമാകുന്നു. ബാബയുടെ ഓർമ്മ ആ ഓർമ്മയിൽ ചെയ്യുന്ന കർമ്മം എന്നെ ശ്രേഷ്ഠ ആത്മാവാകും. ആ പരമാത്മ പ്രകാശം എൻ്റേത്. ഞാൻ ആത്മാ പ്രകാശം അതിൻ്റേത് ആകുന്നു.
ഈ